നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണാം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനെപ്പറ്റി പറയാനുണ്ട്. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. നല്ല പ്രഷർ വന്നില്ല നമുക്ക് കൺഫേം ആയിട്ട് വെക്കാൻ പറഞ്ഞു നമ്മൾ പോയിട്ട് അപ്പുറം കുറിച്ചിട്ട് നമ്മൾ ചെയ്യാം. പക്ഷെങ്കിൽ ഇത് നിങ്ങൾ കംപ്ലൈന്റ് വന്നു പറഞ്ഞോട് മാത്രം ഞാൻ അറിയിക്കാം. ഞാൻ ഇപ്പൊ നിങ്ങൾ വന്നേരം ഞാൻ പറഞ്ഞു റോഡ് എന്നല്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അപ്പുറത്ത് പോകും. ഇനി സംഭവം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഈ റോഡിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ ഒരു റോഡിൻ്റെ ഗതികേട് തുടങ്ങിയിട്ട് കാലങ്ങളായി, വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ 7-8 വർഷങ്ങളായി ഈ ഒരു റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഓവുചാലുകളൊന്നും വൃത്തിയാക്കാറില്ല, അതൊക്കെ ഫില്ലായി കിടക്കുന്നു, സൈഡിൽ ചെടികൾ വളർന്ന് കിടക്കുന്നു, റോഡിൻ്റെ വീതി എത്രയാണെന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു റോഡാണിത്. അങ്ങനെ ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥ സ്ഥിരമായി കാണുന്ന അവിടെ ഇരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ സമാഹരിച്ച്, അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ചെറിയ ചെറിയ പൈസയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സമാഹരിച്ചിട്ട് ഈ റോഡ് വൃത്തിയാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് വെള്ളക്കെട്ടിന് കാരണമായി കിടക്കുന്ന, മണ്ണ് മൂടി കിടക്കുന്ന ഈ ഓവുചാലുകൾ പൂർണ്ണമായിട്ടും അവർ ക്ലീൻ ചെയ്തു. കിറ്റാച്ചിക്കൊക്കെ പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ അവർ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത്, അതിനുശേഷമാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ബാക്കി വന്നു. കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ബിരിയാണി കഴിച്ചാൽ തീർന്ന പൈസയേ ഉള്ളൂ. പക്ഷെ അതും കൂടി ഇവർക്ക് ഇവിടെ ചിലവാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരു പൈസക്ക് കിട്ടാവുന്നത് ഇവിടെ കുറച്ച് ഒരു പൂച്ചട്ടികളായിരുന്നു. അവരുടെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്, ആ ഒരു പൈസക്ക് നമുക്ക് ഇവിടെ കുറച്ച് പൂച്ചട്ടികൾ വെച്ചിട്ട് ഈ ഒരു ഏരിയ ഒന്ന് ഭംഗിയാക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ആ ഒരു റോഡിൻ്റെ ഗതാഗതത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് കുറച്ച് സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ പൂച്ചട്ടികൾ ഫിക്സ് ചെയ്തു. അതായത് 2 മീറ്ററോളം 6-7 കൊല്ലമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ആ റോഡ് അത്രയും വീതിയിൽ മൊത്തമായിട്ടും ക്ലീൻ ആക്കി എടുത്ത ശേഷമാണ് ആ ഒരു സൈഡിൽ അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇത്രയും കൊല്ലമായിട്ട് ആ പ്രദേശം തിരിഞ്ഞു നോക്കാതെ ഉദ്യോഗസ്ഥന്മാർ വെറും 30 മിനിറ്റ് കൊണ്ട്, ഇവർ ഫിക്സ് ചെയ്ത് 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. കാരണം വേറൊന്നുമല്ല, റോഡ് സൈഡിൽ ചെടിച്ചട്ടി ഫിക്സ് ചെയ്തതിന് ആരോ കംപ്ലൈൻറ്റ് കൊടുത്തത്രേ. നിങ്ങളൊരു ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ട് ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ അവരെ അഭിനന്ദിക്കായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ, നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചു നോക്ക്. അവർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. അത്രയുള്ള അവരുടെ ആവശ്യം. പരാതി നൽകിയത് ആരാണെന്ന് അവർക്കറിയണം. കാരണം നിങ്ങൾ അവിടെ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ചെടിച്ചട്ടി ഇതൊരു പ്രശ്നമായിട്ട് കിടക്കുവാണെങ്കിൽ ഈ ചെടിച്ചട്ടി നമ്മൾ മറ്റൊരു സൈഡിലേക്ക് മാറ്റിത്തരാന്ന്. അപ്പോഴാണ് അതിലൊരു ലേഡി പറയുന്നത്, കൃത്യമായ കംപ്ലൈന്റ് അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. That's why they are asked some questions. They have rights to know if someone is filed a complaint against them for doing good things. How can they upset? No one can agree that. നിങ്ങൾ ആ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് അവിടെയുള്ള നാട്ടുകാരും ഈ ഒരു കുട്ടികളൊക്കെ ചേർന്ന് നിങ്ങളോട് ഈ ഒരു കാര്യം ചോദിച്ചത്, ആരാണ് ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നുള്ളത്. ഇതിൽ ഞങ്ങൾക്കെല്ലാം ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെടാതെ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരായി പോകരുത് നിങ്ങൾ. ഇനി ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ട് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുകളും ഇതുപോലെ അടഞ്ഞു കിടക്കുന്ന ഓവുകളൊക്കെ ഒന്ന് കാണാനുള്ള മനസ്സുണ്ടാവണം എന്ന് നന്ദിയോടെ റോഡിൻ്റെ സൈഡിലെ മാവിൻ ചോട്ടിലിരിക്കുന്ന കുട്ടികൾ